ഹലോ, ഇതാ ഇങ്ങനെ ഒതുങ്ങിയിട്ടുള്ള ഒരു അലമാര ഇതാ ഇങ്ങനെ ആക്കാൻ എനിക്ക് ഒരാഴ്ചത്തെ സമയം വേണ്ട കേട്ടോ. അപ്പം ഇന്ന് എൻ്റെ ഡ്രസ്സ് ഒതുക്കൽ പരിപാടിയാണ്. അലമാരയിലെ ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ വലിച്ചു വാരിയിട്ട് പിന്നെ അത് ഒതുക്കി വെക്കേണ്ടത് എൻ്റെ ഒരു ഹോബിയാണ് കേട്ടോ. ഒരു ദിവസം വീട്ടിലിരിക്കുന്നുണ്ട് വെച്ചാൽ അന്നത്തെ ദിവസം എന്തായാലും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു പരിപാടിയായിരിക്കും ഇത്. ഞാൻ തന്നെ മടക്കി വയ്ക്കും, ഞാൻ തന്നെ പിന്നെയും വൃത്തികേടാക്കും. ഈ തുണിയുടെ ഇടയിൽ ഇങ്ങനെ സോപ്പിൻ്റെ കവർ വെച്ച് നോക്കിയിട്ടുണ്ടോ നിങ്ങൾ? അങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ല് കിട്ടും കേട്ടോ. പിന്നെ ഇതാ ഓരോന്ന് ഇങ്ങനെ മടക്കി മടക്കി തിരിച്ച് കയറ്റണം കേട്ടോ. ഇരട്ടി പണിയാണ്, എന്നാലും അതൊരു പ്രത്യേക മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ തരും. നമ്മൾ പെൺകുട്ടികൾക്ക് ഡ്രസ്സ് പറഞ്ഞൊരു പ്രാന്ത് തന്നെയാണ് അല്ലേ. എത്ര തരം ഡ്രസ്സാണ് വാങ്ങിക്കൂട്ടുക. വീട്ടിലിടാൻ ഒരെണ്ണം, പുറത്തേക്ക് ഇടാൻ ഒരെണ്ണം, രാത്രി ഇടാൻ ഒരെണ്ണം, ഓഫീസിലേക്ക് ഒരെണ്ണം, ഫങ്ഷന് പോകാനൊന്ന്, എന്തിന് ഇതുവരെ പോകാൻ സാധ്യതയില്ലാത്ത ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പിന് ഉള്ള ഡ്രസ്സ് വരെ ഞാൻ ഇപ്പോഴേ വാങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നല്ല പ്രാന്ത് തന്നെയാണ് എനിക്ക് ഡ്രസ്സിനോട്. ഇത് പാറക്കുട്ടി അതിൻ്റെ ഇടയിൽ തുണിക്കൂനയിൽ കളിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പാറക്കുട്ടീനെ ഒരുവിധം മാറ്റി എൻ്റെ ഡ്രസ്സ് ഒതുക്കൽ ഞാൻ ഒരുവിധം തീർത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ തീർന്നു എന്ന് പറയാൻ വയ്യ കേട്ടോ. പകുതിയോളം ഡ്രസ്സ് അപ്പുറത്തെ റൂമിൽ കൊണ്ടിട്ടിട്ട് ആ അലമാരയിൽ വെക്കാമെന്ന് പറഞ്ഞിട്ട് ഏകദേശം മനസ്സിൽ കണ്ടിട്ടാണ് അന്ന് രാത്രി ഞാൻ ഉറങ്ങിയത് കേട്ടോ. ഒരു പകുതി ദിവസത്തെ പരിപാടിയായിരുന്നു ഇത്. അപ്പം എൻ്റെ ഡ്രസ്സ് ഒതുക്കുന്നതിൻ്റെ കൂടെ ഞാൻ അന്ന് പാറക്കുട്ടിയുടെ അലമാരി ഒന്ന് ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞു കുഞ്ഞു ബോക്സുകളിൽ ഇങ്ങനെ ടീഷർട്ടൊക്കെ വെച്ച് നന്നായി ഒതുക്കി.